മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം ത്വരിതപ്പെടുത്തുകയാണ് ഈ രജിസ്ട്രേഷൻ്റെ വേഗതയിൽ. അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ ആവശ്യമായ സാങ്കേതിക ഭൗതിക പശ്ചാത്തലം സൃഷ്ടിക്കൽ ഇതെല്ലാമാണ്. അതുപോലെ അത് ജനകീയവൽക്കരിക്കാനും അതിൻ്റെ കാര്യക്ഷമത, അതിൻ്റെ സത്യസന്ധത അഴിമതി വിമുക്തമാക്കി എല്ലാ തലങ്ങളിലും അതിനെ കാര്യക്ഷമതയുള്ളൊരു ഘടകമായി പരിവർത്തിതമാക്കാനുള്ള ആരോപണം നടക്കുന്നത്. അതിൽ ഈ താങ്കൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽ പറയുന്ന ആ നിർദ്ദേശങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അതിന് പരിഹാരം കാണാൻ ആവശ്യമായ നിലയിലുള്ള സംവിധാനം ഒരുക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുള്ള നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഘടകങ്ങൾ ഓരോന്നും സംയോജിപ്പിച്ച് പ്രവർത്തിപ്പിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കാര്യക്ഷമതയും അതിലെ ഗുണപരമായ മേന്മയും മെച്ചപ്പെടുത്തി ജനോപകാരപ്രദമാക്കുക എന്നുള്ളതാണ്. രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഒരു ക്രമക്കേടുകളൊന്നും കടന്നു വരാതിരിക്കാനുള്ള ഒരു സകല പഴുതുകളും അടച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള സംവിധാനത്തെക്കുറിച്ച് ഒന്ന് ആലോചിക്കുക. അത് നിർദ്ദേശങ്ങളിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാധ്യമ സുഹൃത്തുക്കളുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങളൊക്കെ അത് പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് വരേണ്ടതാണ്. നിങ്ങളുടെ ശ്രദ്ധയിലാണ് ചില കാര്യങ്ങൾ, ജനകീയ പ്രശ്നങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞ് ഒന്ന് അറിയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിൻ്റെ ആ നിർദ്ദേശങ്ങൾ കേട്ടതിൻ്റെ ഗുണപരമായ ഒരു പ്രതികരണം സൃഷ്ടിക്കാൻ കഴിയുന്നൊരു അവസരം സൃഷ്ടിക്കാൻ തീർച്ചയായും ഞങ്ങൾക്കത് സഹായകരമായിത്തീരും. അങ്ങനെ ഒരു നിലപാട് കൂടി മാധ്യമ സുഹൃത്തുക്കൾ സ്വീകരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട പെടുത്തേണ്ട കാര്യമാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ച കാര്യം. അതെ, അതേ ഞാൻ പറഞ്ഞല്ലോ. നല്ല വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നതാണത്. അതിപ്പോൾ ലേറ്റസ്റ്റ് ആകുമ്പോൾ ഞാനിപ്പം വന്നിട്ടുള്ളൂ. മ്യൂസിയങ്ങൾ ജനസൗഹൃദ കേന്ദ്രമാക്കി മാറ്റി പറഞ്ഞപ്പോൾ ഞാൻ വായിച്ചതിൽ അത് കാണുകയും കേൾക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മുടെ താളിയോട് ഗ്രന്ഥങ്ങൾ സൂക്ഷിപ്പുണ്ട്. എത്ര വർഷങ്ങൾക്ക് മുമ്പാണെന്നറിയോ എഴുത്താൻ ഉപയോഗിച്ചുകൊണ്ട് താളിയോട് ഗ്രന്ഥത്തിൽ ഇതാണ്. അതിൽ എന്തെല്ലാം സൃഷ്ടികളാണെന്ന് അത് കാണാൻ, ആ സൂക്ഷിപ്പ് കാണാനുണ്ടല്ലോ. പിന്നെ വിദേശികളാണ് കൂടുതൽ വരുന്നത്. അത് ധനകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട് അന്ന് തോമസ് ഐസക് ആയിരുന്നു, ഐസക്കിനെ കൂട്ടിപ്പോയി. എന്നോട് എന്താ കിടന്നപ്പോൾ ഇത് നേരത്തെ വരേണ്ടതായിരുന്നു, ഇതിങ്ങനെ എന്താ. അപ്പോൾ ആ സന്ദർശനത്തോടുകൂടി അദ്ദേഹത്തിൻ്റെതായ ചില ആശ്വാസ നടപടികളിലേക്ക് എന്ന് പറഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞാലേ നിങ്ങൾക്കതിലൊരു ഈ ആധുനിക ജീവിതത്തിൽ നമ്മളെല്ലാം ഒരുപാട് ശാസ്ത്രം പോകുമ്പോൾ ഇതിൻ്റെ ആ പുരാതനമായ ചില സൃഷ്ടികളുണ്ടല്ലോ അത് കാണുക, അതിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുക എന്ന് പറയുമ്പോൾ അതൊരു ഈ സഹൃദയന്മാർക്ക് വലിയ അനുഭൂതി ഉണ്ടാക്കുന്ന കാര്യമാണ്. അത് നിങ്ങൾ താങ്കൾ പറഞ്ഞത്, അതുകൊണ്ട് ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞത് വായിച്ചിട്ടുണ്ട്. സമയക്കുറവുണ്ടെങ്കിൽ നോട്ട് മുഴുവൻ വായിച്ചില്ലാന്ന് മാത്രമേ ഉള്ളൂ. അതുണ്ടാക്കാൻ കഴിയുന്ന അങ്ങനെ പഴയ സൃഷ്ടികൾ. അതെ, അല്ല അതിപ്പോൾ ഈ പരാതി ഇപ്പം ഈ അടുത്ത കാലത്ത് വന്നിട്ടും എനിക്കറിയില്ല. ഞാൻ ഏറ്റവും സമയത്ത് അവിടെ സന്ദർശനം നടത്തുന്നത് മാത്രമല്ല, അവിടെ ഇരുന്ന് ജീവനക്കാരോട് നാട്ടുകാരോട് എല്ലാം കൂടി ചോദിച്ച് ഇതാണ് പറഞ്ഞത്. തൃപ്പൂണിത്തുറ ഹിൽ പാലസ്, അതിൻ്റെ പിറകിലുള്ള ഒരു ചരിത്ര സത്യങ്ങളുടെ സംഭവങ്ങളുണ്ട്. അതൊക്കെ പ്രകാശിതമാക്കാനുള്ള നടപടിക്രമങ്ങളാണ് അന്ന് നടപടി സ്വീകരിച്ചത്. ഇപ്പോൾ നമുക്ക് വീണ്ടും അവിടെ സന്ദർശനം നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ അത്ര സമയമായിട്ടുള്ളൂ. അതിനു മുമ്പ് അവിടെ നിർദ്ദേശങ്ങൾ, ഇപ്പം നിങ്ങൾ മേലെ ഇവിടെ ചൂണ്ടിക്കാണിച്ചുള്ള കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും സാഹചര്യങ്ങൾ അവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കാം. വെക്കാനുള്ള തീരുമാനമായിട്ടില്ല, മ്യൂസിയത്തിൽ വെക്കുമെന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല തുടങ്ങിയ പരാമർശങ്ങളാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ ഇപ്പോൾ മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കുന്നത്.